ആൻഡ്രോമിഡ എന്ന സുന്ദരിയുടെ കഥ. സുന്ദരിയായ രാജകുമാരിയാണ് ആൻഡ്രോമിഡ, സിഫ്യൂസ് രാജാവിൻ്റെ ഏക മകൾ. ഒരിക്കൽ അവളുടെ അമ്മ പറഞ്ഞു, എൻ്റെ മകൾ ആൻഡ്രോമിഡ സമുദ്രദേവനായ പെസോഡോണിൻ്റെ പുത്രിമാരെക്കാൾ വളരെ സുന്ദരിയാണ്. സമുദ്രദേവൻ അവളുടെ പൊങ്ങച്ചം പറച്ചിൽ കേട്ടു. അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു. ഇവറ്റകളെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കണം അയാൾ തീർച്ചയാക്കി. ഭീകരമായ ഒരു ജലസത്വത്തെ സമുദ്രദേവൻ അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞുവിട്ടു. ആ ജലസത്വം കരയ്ക്കു കയറി രാജ്യം നശിപ്പിച്ചു തുടങ്ങി. ജനങ്ങളെ ആക്രമിച്ചു വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. ഗതികെട്ട രാജാവ് പ്രവാചകനെ ചെന്ന് കണ്ടു. പ്രവാചകന്മാരാണല്ലോ പ്രതിവിധികൾ നിശ്ചയിക്കുക. ആൻഡ്രോമിഡയെ സമുദ്രദേവന് ബലി കൊടുക്കണം, പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ മാത്രമേ ഈ സത്വത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും രാജ്യം രക്ഷപ്പെടൂ, പ്രവാചകൻ വീണ്ടും പറഞ്ഞു. ഇത് കേട്ട് രാജ്ഞിയും രാജാവും വാവിട്ട് കരഞ്ഞു. തങ്ങളുടെ പ്രിയപുത്രിയെ ബലി കൊടുക്കുകയോ? ഏതു മാതാപിതാക്കളാണ് അത് ചെയ്യുക? രാജ്യം രക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ലെന്ന് കണ്ട് രാജാവ് ആൻഡ്രോമിഡയെ ബലി കൊടുക്കാൻ തന്നെ തയ്യാറായി. അദ്ദേഹം ആൻഡ്രോമിഡയെ സമുദ്രതീരത്തുള്ള ഒരു പാറയിൽ കൊണ്ടുചെന്ന് ബന്ധിച്ചു. അറ്റ്ലസ് പർവ്വതത്തിന് മുകളിലുള്ള ആകാശത്ത് വിശ്രമിക്കുന്ന പേഴ്സ്യൂസ് സുന്ദരിയുടെ വിലാപം കേട്ട് അവിടെ ഇറങ്ങി. പേഴ്സ്യൂസ് അവൾക്ക് ഈ ദുർവിധി വരാനുണ്ടായ കാരണം ചോദിച്ചു. അവൾ സംഭവം വിവരിക്കാൻ തുടങ്ങി. അവൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജലസത്വം അവളുടെ നേരെ പാഞ്ഞു വന്നു. ഭയം കൊണ്ട് അവൾ അലമുറയിട്ടു. പേഴ്സ്യൂസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആയുധമെടുത്ത് ആ ഭീകരജീവിയുടെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചു. അനന്തരം പേഴ്സ്യൂസ് ആൻഡ്രോമിഡയെ ബന്ധിച്ചിരുന്ന ചങ്ങലകളുടെ കണ്ണികൾ അനായാസം വെട്ടിമുറിച്ച് അവളെ സ്വതന്ത്രയാക്കി. അനന്തരം പേഴ്സ്യൂസ് അവളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് രാജാവും രാജ്ഞിയും പരിവാരങ്ങളും ഓടിയെത്തി. അവർ വളരെയധികം ആഹ്ലാദചിത്തരായി. സന്തോഷത്തോടെ ആൻഡ്രോമിഡയെ അവർ പേഴ്സ്യൂസിന് വിവാഹം കഴിച്ചു കൊടുത്തു. സിഫ്യൂസ് രാജാവ് പേഴ്സ്യൂസിനെ അരമനയിൽ കൊണ്ടുപോയി അതിഗംഭീരമായ സ്വീകരണവും വിരുന്നു സൽക്കാരവും നൽകി. അവർ അവിടെ സന്തോഷമായി കഴിയുകയും ചെയ്തു.